മെറ്റലർജിക്കൽ പ്രോസസ്സിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ക്രൂഡ് മെറ്റലാണ്. എന്താണ് ക്രൂഡ് മെറ്റൽ? അതായത് മെറ്റല് അതിൻ്റെ സ്വതന്ത്രാവസ്ഥയിൽ നമുക്ക് കിട്ടി, പക്ഷേ അത് ശുദ്ധമല്ല, അത് അസംസ്കൃതമായിട്ടുള്ള ലോഹമാണ്. അതിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഇമ്പ്യൂരിറ്റീസ് ഒക്കെ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കോൺസെൻട്രേഷന്റെ സമയത്ത് റിമൂവ് ചെയ്തില്ലേ? ഇല്ല, കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അത് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ റിമൂവ് ചെയ്തില്ലേ? ഇന്നിപ്പോ സ്ലാഗ് ചെയ്തല്ലോ. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടേണ്ടത് മെറ്റൽ ആവണം. ആ മെറ്റൽ ശുദ്ധമാവണ്ടേ? പക്ഷെ പറയുന്നു മൂന്നാമത്തെ സ്റ്റെപ്പിന്റെ അവസാനം കിട്ടുന്ന റിസൾട്ട് മോൾട്ടൺ ഫോമിലുള്ള ക്രൂഡ് മെറ്റലാണ്. ഓക്കെ, അപ്പൊ ഇനി എന്താ? ഇനിയും അതിന് ഇമ്പ്യൂരിറ്റീസ് ബാക്കിയുണ്ടോ? രണ്ടാമത്തെ സ്റ്റെപ്പിൽ ബാക്കിയായതിനെയല്ലേ നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ സ്ലാഗിന്റെ ഫോമിൽ ഫ്ലക്സ് ആഡ് ചെയ്തിട്ട് ഫ്ലക്സിനെ ഗ്യാങ്ങിന്റെ കൂടെ കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ട് സ്ലാഗിന്റെ ഫോമിൽ റിമൂവ് ചെയ്തില്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ ഇതിന് ബാക്കിയുള്ളത്? ഇമ്പ്യൂരിറ്റീസ് എന്താണ് എന്ന് ചോദിച്ചാൽ അതിൽ ബാക്കിയുള്ളത് ആ മെറ്റലിൽ അൺറെഡ്യൂസ്ഡ് ആയിട്ടുള്ള മെറ്റൽ ഓക്സൈഡ് ഉണ്ടാവാം. അൺറെഡ്യൂസ്ഡ് മെറ്റൽ ഓക്സൈഡ്, അതായത് മൂന്നാമത്തെ മെറ്റലർജിക്കൽ പ്രോസസ്സിന്റെ മൂന്നാമത്തെ സ്റ്റെപ്പില് നമ്മൾ ഓക്സൈഡ് ഫോമിലാക്കിയിട്ട് പിന്നെ റെഡ്യൂസിങ് ഏജന്റുമായി ചേർത്തിട്ട് റിഡക്ഷൻ നടത്തുന്നില്ലേ? ആ സമയത്ത് റിഡക്ഷന് വിധേയമാവാതെ കുറച്ച് മെറ്റൽ ഓക്സൈഡ് അതിലുണ്ടാവാം. മെറ്റൽ ഓക്സൈഡിന്റെ ട്രേസ് ഉണ്ടാവാം. കൂടാതെ ആഡ് ചെയ്ത റെഡ്യൂസിങ് ഏജന്റ് കുറച്ച് അളവിലുണ്ടാവാം. ട്രേസസ് ഓഫ് റെഡ്യൂസിങ് ഏജന്റ്, ട്രേസസ് ഓഫ് ഫ്ലക്സ് ആൻഡ് ട്രേസസ് ഓഫ് സ്ലാഗ്, ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു മെറ്റലാണ് നമുക്ക് കിട്ടുക. ഇതൊക്കെ വളരെ കുറഞ്ഞ അളവിലാണ് ഉണ്ടാവുക. ഇതൊക്കെ ഉണ്ട്, പക്ഷെ കുറഞ്ഞ അളവിലാണെങ്കിലും അത് ഉണ്ടല്ലോ. അത് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് അല്ലേ? നമുക്ക് പ്യുവർ മെറ്റൽ അല്ലേ വേണ്ടത്, അല്ലേ? അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പിൽ കിട്ടിയ മെറ്റലിന് ക്രൂഡ് മെറ്റൽ എന്ന് വിളിക്കാനുള്ള കാരണം മനസ്സിലായല്ലോ? ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് സം അൺവാണ്ടഡ് സബ്സ്റ്റൻസസ്, impurities like unreduced metal oxide, traces of reducing agent, fluxes, slag, etc. And that is why this is called crude metal. So we have to purify this. നമുക്ക് അതിനെ പ്യൂരിഫൈ ചെയ്യണം. അതിലെ ഇമ്പ്യൂരിറ്റീസിനെ നമുക്ക് റിമൂവ് ചെയ്യണം. എന്നിട്ട് തനതായ ശുദ്ധമായ വളരെ ശുദ്ധമായ ഫോമിലുള്ള മെറ്റലിന് നമുക്ക് കിട്ടണം. അതിനു വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ക്രൂഡ് മെറ്റലിനെ പ്യൂരിഫൈ ചെയ്തിട്ട് ക്രൂഡ് മെറ്റലിനെ പ്യൂരിഫൈ ചെയ്യുന്ന ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യുന്ന ആ പ്രോസസ്സിന്റെ പേരാണ് റിഫൈനിങ്. And it is the last step of the metallurgical processes. Okay, which is the fourth step. എന്താണ് fourth step of the metallurgical processes? Is the refining of crude metal. Refining of crude metal. Refining of crude metal. Okay, actually അതെന്താണ് removing impurities. Okay, removing impurities from what? Removing impurities. Removing impurities from crude metal is the refining. Okay, അപ്പോ ഈ മെറ്റലിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് അതേപോലെ അതിനുള്ള ഇമ്പ്യൂരിറ്റീസിന്റെ നേച്ചർ അനുസരിച്ചിട്ട് റിഫൈനിങ്ങിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള മെത്തേഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഡിഫറെന്റ് മെത്തേഡ്സ് ആർ എംപ്ലോയ്ഡ് ഫോർ ദി റിഫൈനിങ് പ്രോസസ് based on the nature of the metal and nature of the impurities present in it. Okay, അപ്പോൾ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട റിഫൈനിങ് മെത്തേഡുകളുടെ പേരൊന്ന് നോക്കുക. അതിൽ കുറച്ചെണ്ണം നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം, ബാക്കി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് പഠിക്കാനുള്ള റിഫൈനിങ് മെത്തേഡുകൾ: ഒന്ന് ലിക്വേഷൻ. കേൾക്കണേ, എന്താണ് ലിക്വേഷൻ? രണ്ട് ഡിസ്റ്റിലേഷൻ. മൂന്ന്
electrolytic refining. I mean electro-refining. നാല് zone refining. Okay, then 5 vapor phase refining. Okay, 5 vapor phase refining. ഇതൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളതാണ് കുഞ്ഞുങ്ങൾ കേട്ടോ. എല്ലാം പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നും ഒഴിവാക്കാനില്ല. 6 ക്രോമാറ്റോഗ്രാഫി. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള റിഫൈനിങ് മെത്തേഡുകൾ. ഓക്കെ, അപ്പൊ ഇതില് ഈ 3 നമുക്ക് ഈ വീഡിയോയിൽ പഠിക്കാം. എന്താണ് പഠിക്കേണ്ടത് അറിയാം? ഓരോ മെത്തേഡിലും ഏത് തരം മെറ്റലുകളെയാണ് ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് റിഫൈൻ ചെയ്യുന്നത്, ഏത് തരം മെറ്റലുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ മെറ്റലുകൾക്കുള്ള പ്രത്യേകത എന്താണ്. ഓക്കെ, അതിന് എക്സാമ്പിൾ 1, 2, 3 എക്സാമ്പിൾ, എന്നിട്ട് ആ പ്രോസസ്സ് പറയുക. ഓക്കെ, എങ്ങനെയുള്ള മെറ്റലുകൾക്ക് വേണ്ടിയിട്ടാണ് അതിനെ എംപ്ലോയ് ചെയ്തിട്ടുള്ളത്, അതിന് 2, 3 എക്സാമ്പിൾ, ആ പ്രോസസ്സിന്റെ ഒരു ചുരുക്ക്, അപ്പൊ തീർന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തേതിലേക്ക് പോകാം, ലിക്വേഷൻ. ഓക്കെ, സോ ദീസ് ആർ ദി ഇമ്പോർട്ടന്റ് റിഫൈനിങ് മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു, മറന്നുകൂടാ. ഓക്കെ, then so first one, distillation, liquation ഉപയോഗിക്കുന്നത്, ലിക്വേഷൻ നമ്മൾ മുമ്പേ ഇത് കോൺസെൻട്രേഷന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ലിക്വേഷൻ ഉപയോഗിക്കുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ, ഇംപ്യൂരിറ്റി അതേപോലെ മെറ്റൽ, ഈ 2 മെറ്റലിന്റെ മെൽറ്റിംഗ് പോയിന്റ് കുറവും അതേപോലെ ഗ്യാങ്ങിന്റെ ഇംപ്യൂരിറ്റീസിന്റെ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലുമാണെങ്കിലാണ്. അതായത് this method is employed for the refining of metals having low melting points. അപ്പൊ അത് പഠിച്ചു, എങ്ങനെയുള്ളവർക്കാണെന്നുള്ളത് പഠിച്ചു. ഓക്കെ, for the metals having low melting point. Okay, having low melting point. അതിന് എക്സാമ്പിൾ ടിന്ന്, ലെഡ്, ബിസ്മത്ത്. ഓക്കെ, എക്സാമ്പിൾ ടിന്ന് SN, ലെഡ് PB, ബിസ്മത്ത്. കുഞ്ഞോളെ നിങ്ങളോടല്ലേ പരീക്ഷയ്ക്ക് എന്താണ് ലിക്വേഷൻ, എന്താണ് ഡിസ്റ്റിലേഷൻ, എന്താണ് ഇലക്ട്രോ റിഫൈനിങ്, അങ്ങനെയല്ല പരീക്ഷയ്ക്ക് ചോദിക്കല്. പിന്നെ എങ്ങനെയാണെന്ന് അറിയാവോ, എങ്ങനെയാണ് ടിന്നിനെ റിഫൈൻ ചെയ്യുക, എങ്ങനെയാണ് ജർമേനിയത്തിനെ റിഫൈൻ ചെയ്യുക, എങ്ങനെയാണ് ടൈറ്റാനിയത്തിനെ റിഫൈൻ ചെയ്യുക, അങ്ങനെയാ ചോദിക്കുക. അപ്പൊ അതാത് മെത്തേഡുകൾക്ക് താഴെ വരുന്ന മെറ്റലിന്റെ പേര് നിർബന്ധമായിട്ട് പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാല് ആ മെറ്റലിനെ റിഫൈൻ ചെയ്യേണ്ട മെത്തേഡ് മനസ്സിലേക്ക് കൊണ്ടുവരിക, ആ മെത്തേഡ് പരീക്ഷയ്ക്ക് എഴുതുക. ഓക്കെ, അപ്പൊ ലിക്വേഷൻ എന്താ ചെയ്യുന്നത് നോക്കിക്കോ. ലിക്വേഷൻ എങ്ങനെയുള്ള മെറ്റൽസിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായി, അതിന് എക്സാമ്പിൾ മനസ്സിലായി, ടിന്ന്, ലെഡ്, ബിസ്മത്ത്. ഓക്കെ, ഇനി എന്താണ് ഇവിടെ ചെയ്യുന്നത് പറഞ്ഞാൽ, ഒരു സ്ലോപ്പി സർഫസ് എടുക്കും, ഓക്കെ, ആ സ്ലോപ്പി സർഫസിന്റെ താഴെ ഫർണസ് ഉണ്ടാകും. ഓക്കെ, ഫർണസ് മീൻസ് നല്ലോണം ചൂടാക്കും, താഴെ എന്താ പറയാ, തീ കത്തിച്ചിട്ട് നല്ലോണം ഈ സ്ലോപ്പി സർഫസിനെ ചൂടാക്കും, താഴെ
നല്ല ഇന്റൻസ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫർണസ് ഉണ്ടാവും. ആ ഫർണസിൽ നിന്നുള്ള ചൂടിൽ ഈ സ്ലോപ്പി സർഫസ് ചെരിവുള്ള ആ പ്രതലം നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ മുകളിലേക്ക് നമ്മൾ എന്താക്കുന്നെങ്കിൽ പ്യൂരിഫൈ ചെയ്യേണ്ട കൂടെ മെറ്റലിനെ, പ്യൂരിഫൈ ചെയ്യേണ്ട കൂടെ ടിന്ന് അല്ലെങ്കിൽ കൂടെ ലെഡ് കൂടെ ബിസ്മത്തിനെ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇതില് ടിന്ന് അല്ലെങ്കിൽ ലെഡ് അല്ലെങ്കിൽ ബിസ്മത്ത് ഏതാണോ എടുത്തിട്ടുള്ളത് ആ മെറ്റലിന്റെ മെൽറ്റിംഗ് പോയിന്റ് കുറവാണല്ലോ. മെൽറ്റിംഗ് പോയിന്റ് കുറവുള്ള മെറ്റൽ ഫസ്റ്റ് മെൽറ്റ്, അങ്ങനെ മെൽറ്റ് ചെയ്തിട്ട് മോൾട്ടൺ ഫോമിലുള്ള മെറ്റൽ ഇതിലേക്ക് കൂടി ഇങ്ങനെ ഒഴുകിയിട്ട് വരും. അതിനെ താഴെ ഒരു പാത്രം വെച്ചിട്ട് കളക്ട് ചെയ്യുക. ഇമ്പ്യൂരിറ്റീസ് ബാക്കി ഉണ്ടാവും, കാരണം ഇമ്പ്യൂരിറ്റീസിന്റെ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ ചെയ്യുന്നത്? impure metal is heated in a sloppy surface. ഞാൻ ഇവിടെ എഴുതുന്നില്ല. impure metal is heated in a sloppy surface. Okay, the metal having the low melting point melt first and flows down, leaving behind the impurities. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ പറഞ്ഞത്? ഓ, ഇനി അടുത്തത് ലിക്വേഷൻ കഴിഞ്ഞു. രണ്ടാമത്തത് ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷൻ ഡിസ്റ്റിലേഷൻ ഇതെങ്ങനെയുള്ള മെറ്റലുകൾക്ക് അറിയാവോ? ഇത് ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റലുകൾക്കല്ലേ ഇക്വേഷൻ. അതേസമയം ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ള മെറ്റലുകൾക്കാണ് ഫോർ മെറ്റൽസ് ഹാവിംഗ് ലോ ബോയിലിംഗ് പോയിന്റ്. ഫോർ metals having low boiling point. ബോയിലിംഗ് പോയിന്റ് കുറവുള്ള മെറ്റലുകൾക്ക് വേണ്ടിയിട്ടാണ് ഡിസ്റ്റിലേഷൻ പ്രോസസ് എംപ്ലോയ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് എക്സാമ്പിൾ കുഞ്ഞോളങ്ങൾ പഠിക്കേണ്ട സിങ്ക്, കാഡ്മിയം ആൻഡ് മെർക്കുറി. എക്സാമ്പിൾ സിങ്ക് കാഡ്മിയം ആൻഡ് മെർക്കുറി. സിങ്ക്, കാഡ്മിയം, മെർക്കുറി. അപ്പൊ how will you refine the zinc metal എന്ന് ചോദിച്ചാൽ നിങ്ങൾ അങ്ങനെ പറയും it is refined by the distillation process. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നത് അറിയാവോ? വലിയ പാത്രങ്ങളില്, വലിയ കണ്ടെയ്നറുകളില് ഈ ഡിസ്റ്റിലേഷന്റെ ലാബോറട്ടറി ചിത്രം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുപോകാം. അതിന്റെ വലിയൊരു പിന്നെ ഇൻഡസ്ട്രിയിലാണ് ഇത് വലിയ പാത്രങ്ങളാണെന്ന് വിചാരിച്ചാൽ മതി. ലാബോറട്ടറിയിൽ എന്താ ചെയ്യുന്നത്? ഉരുണ്ട പാത്രങ്ങളിലോ വേണ്ട, അത് ആ ഉരുണ്ട പാത്രങ്ങളിൽ നിങ്ങൾക്ക് ഡിസ്റ്റിൽ ചെയ്യേണ്ട വസ്തു എടുക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ സിങ്ക് ആണെന്ന് വിചാരിക്കുക. സിങ്ക് നിങ്ങൾ ഈ ഉരുണ്ട പാത്രത്തിൽ എടുത്തു, അതിനെ നമ്മൾ ചൂടാക്കുന്നു. അപ്പൊ ചൂടാക്കുന്ന സമയത്ത് എന്താകും? ബോയിലിംഗ് പോയിന്റ് കുറവുള്ള മെറ്റൽ ഫസ്റ്റ് വേപ്പറൈസ് ചെയ്യും. ഓക്കെ, ബോയിലിംഗ് പോയിന്റ് കുറവുള്ള മെറ്റൽ ഫസ്റ്റ് വേപ്പറൈസ് ചെയ്യും. ആ വേപ്പറിൽ നമ്മൾ എന്താക്കുന്നു? ഒരു കുഴൽ വഴി പുറത്തേക്ക് എടുക്കുന്നു. മെറ്റൽ വേപ്പറൈസ് ഇതിന് പുറത്തോട്ട് വരും. ഇമ്പ്യൂരിറ്റീസ് വരില്ല, ഇമ്പ്യൂരിറ്റീസ് താഴെ ഉണ്ടാവും. ആ മെറ്റലിന്റെ വേപ്പർ ഇതിലേക്ക് കൂടി വരുമ്പോൾ കണ്ടൻസ് ചെയ്യും, തണുക്കുമുണ്ടാവും. ലിക്വിഡ് ഫോമിൽ നമുക്ക് താഴെ കിട്ടും. ഇവിടെ കണക്ട് ചെയ്യുക. അപ്പൊ എന്താണ് പ്രോസസ്? The metal having the low boiling point vaporizes first, which condenses to form the liquid metal. Okay, ഇത്രയേ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതിപ്പോ ലാബോറട്ടറിയിൽ ചെയ്യുന്ന രീതിയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ വലിയ ഇത് ഹ്യൂജ് എമൗണ്ടിലായിരിക്കല്ലോ എന്താ പറയുക ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ ഇതിന്റെ വലിയ പാത്രങ്ങളോട് ഒന്ന് ഉപമിച്ചാൽ മതി, കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഡിസ്റ്റിലേഷനും മെയിനായി for the metals having the low melting point, for the metals having the low boiling point. Tin-lead bismuth, zinc, cadmium, mercury. Okay, then electro-refining. ഞാൻ വായിക്കുന്നു. ഓക്കെ, electro-refining എന്ന് പറഞ്ഞാൽ the method of refining using the process of electrolysis. ഇലക്ട്രോറിഫൈനിങ്ങിൽ ഉപയോഗിക്കുന്നത് ഇലക്ട്രോറിഫൈനിങ്. അപ്പൊ ഇലക്ട്രോറിഫൈനിങ്ങിൽ ഉപയോഗിക്കുന്നത് എന്താണ്? ഇലക്ട്രോളിസിസ് പ്രോസസ് ആണ്. ഇലക്ട്രോളിസിസ്, റിഫൈനിങ് യൂസസ് ഇലക്ട്രോളിസിസ്. റിഫൈനിങ് യൂസിങ് ഇലക്ട്രോളിസിസ്. Okay, then
എക്സാമ്പിൾ ആണ് കോപ്പർ. ഇവിടെ എന്താ ചെയ്യുന്നത് അറിയാമോ? ഇലക്ട്രോളിസിസ് നടത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ല് വേണം. അതായത് ഒരു കണ്ടെയ്നർ, ഒരു ആനോഡ്, ഒരു കാഥോഡ്, ഒരു ഇലക്ട്രോലൈറ്റ്. ഓക്കെ, അപ്പോ കോപ്പർ എക്സാമ്പിൾ ആയിട്ട് പിന്നെ പറയാം. ഞാൻ ജനറൽ ആയിട്ട് എന്താ ചെയ്യുന്നത് പറയുന്നു, ശ്രദ്ധിക്കണം. ജനറൽ ആയിട്ട് എന്താ ചെയ്യുന്നത്? നിങ്ങളെ കയ്യിൽ ഇംപ്യൂർ ആയിട്ടുള്ള മെറ്റലുണ്ട്, കേൾക്കണേ. ഇംപ്യൂർ ആയിട്ടുള്ള മെറ്റലുണ്ട്. ആ മെറ്റലിനെ നിങ്ങൾ ഇലക്ട്രോളിസിസ് വഴി പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അതിനെന്ത് വേണമെന്ന് പറഞ്ഞാൽ ഇലക്ട്രോലൈറ്റിക് സെല്ല് പ്രിപ്പയർ ചെയ്യുക. ഇലക്ട്രോളിസിസ് നടത്തുന്ന കണ്ടെയ്നർ ആണല്ലോ, അറേഞ്ച്മെന്റ് ആണല്ലോ ഇലക്ട്രോലൈറ്റിക് സെല്ല്. അറിയാലോ, നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് എന്ത് വേണം? ഒരു ഇലക്ട്രോലൈറ്റ് വേണം. ഇലക്ട്രോലൈറ്റ് ആയിട്ട് വേണ്ടത് സാൾട്ട് സൊല്യൂഷൻ ഓഫ് മെറ്റൽ. സാൾട്ട് സൊല്യൂഷൻ ഓഫ് മെറ്റൽ. ഇപ്പൊ കോപ്പർ ആണെങ്കിൽ കോപ്പർ സൾഫേറ്റ്. ഓക്കെ, സാൾട്ട് സൊല്യൂഷൻ ഓഫ് മെറ്റൽ ഈസ് ദി ഇലക്ട്രോലൈറ്റ്. It is the electrolyte. Salt solution of metal is the electrolyte. ഇനി ഒരു ആനോഡ് വേണം, ഒരു കാഥോഡ് വേണം. ഓക്കെ, ആനോഡായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഏത് മെറ്റലിനെയാണ് പ്യൂരിഫൈ ചെയ്യേണ്ടത്? ആ മെറ്റലിന്റെ റോഡ്, അതായത് ഇംപ്യൂർ മെറ്റലിന്റെ റോഡ്. ഇംപ്യൂർ മെറ്റലിന്റെ റോഡാണ് ആനോഡായിട്ട് എടുക്കേണ്ടത്. അതായത് പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യേണ്ടത് ഇംപ്യൂർ മെറ്റലിനെയാണ്. ഈ കാഥോഡായിട്ട് എടുക്കേണ്ടത് ഈ മെറ്റലിന്റെ ശുദ്ധമായിട്ടുള്ള സ്ട്രിപ്പ് എടുക്കുക. ഇപ്പൊ കോപ്പർ ആണെങ്കിൽ ഇംപ്യൂർ കോപ്പറിനെ എവിടെ വെക്കുക? ആ വേറൊരു ശുദ്ധമായ കോപ്പറിന്റെ ഒരു കഷ്ണം എടുത്തിട്ട്, ചെറിയൊരു സ്ട്രിപ്പ് എടുത്തിട്ട് അവിടെ ആനോഡായിട്ട് വെക്കുക. ഓക്കെ, ദിസ് ഈസ് ദി പ്യൂർ മെറ്റൽ. സോ ആനോഡ് അല്ല, കാഥോഡായിട്ട് വെക്കുക. കാഥോഡായിട്ട് പ്യൂർ മെറ്റൽ വെക്കുക. ഓക്കെ, അപ്പോ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്യുക. ഓക്കെ, സ്വിച്ച്. അപ്പൊ അവിടെ ആനോഡിക് കാഥോഡിക് റിയാക്ഷൻസ് നടക്കും. അവസാനം ഈ ഇംപ്യൂർ, ഇവിടെ പ്രോസസ് നമ്മൾ പറയും കേട്ടോ. ഇവിടുത്തെ ഇംപ്യൂർ മെറ്റലിൽ ഇമ്പ്യൂരിറ്റീസ് എല്ലാം റിമൂവ് ചെയ്യപ്പെട്ടിട്ട് എന്താന്ന് പറയാം, ഇമ്പ്യൂരിറ്റീസ് എല്ലാം റിമൂവ് ചെയ്യപ്പെടും. ഇതിലുള്ള പ്യൂർ മെറ്റൽ ഉണ്ടല്ലോ, ആ പ്യൂർ മെറ്റൽ ഇലക്ട്രോളിസിസ് വഴി മൈഗ്രേറ്റ് ചെയ്തിട്ട് ഇവിടേക്ക് വരും. ഇവിടുത്തെ പ്യൂർ മെറ്റലിലെ ആറ്റങ്ങളെല്ലാം ഇലക്ട്രോളിസിസ് നടക്കുന്ന സമയത്ത് സൊല്യൂഷനിൽ കൂടി മൈഗ്രേറ്റ് ചെയ്തിട്ട് എവിടേക്ക് വരും? പ്യൂർ മെറ്റലിലേക്ക് വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഇവിടേക്ക് വരില്ല, പ്യൂർ മെറ്റൽ മാത്രം വന്നിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ നമുക്കത് കോപ്പർ എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ നന്നായിട്ട് ക്ലിയർ ആണ് നിങ്ങൾക്ക്. എടാ, ഞാൻ ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ല് പ്രിപ്പയർ ചെയ്യുന്നു. കോപ്പറിന്റെ എക്സ്ട്രാക്ഷൻ പറയാൻ വേണ്ടിയിട്ട്, ശുദ്ധമായ കോപ്പർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇലക്ട്രോലൈറ്റിക് സെൽ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ അതെന്ത് വേണം കുഞ്ഞോളെ? കോപ്പറിനെയാണ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇലക്ട്രോലൈറ്റ് ആയിട്ട് സാൾട്ട് സൊല്യൂഷൻ ഓഫ് കോപ്പർ വിച്ച് ഈസ് ദി കോപ്പർ സൾഫേറ്റ്. അത് അസിഡിഫൈഡ് കോപ്പർ സൾഫേറ്റ് സാധാരണ എടുക്കുന്നത്. കാരണം നന്നായിട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൾഫ്യൂരിക് ആസിഡ് ചേർത്ത അസിഡിഫൈഡ് കോപ്പർ സൾഫേറ്റ്. ഓക്കെ, acidified copper sulfate is the electrolyte. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ആ അശുദ്ധമായിട്ടുള്ള, ശുദ്ധമല്ലാത്ത ഇംപ്യൂർ ആയിട്ടുള്ള കോപ്പറിനെ കൊണ്ടുപോവാ. ഇതാ ഇംപ്യൂർ ആയിട്ടുള്ള കോപ്പർ. ഓക്കെ, ഇത് കോപ്പറിന്റെ, അതേ കോപ്പറിന്റെ ശുദ്ധമായിട്ടുള്ള ഒരു തകിട്, ഒരു സ്ട്രിപ്പ്. ഓക്കെ, ശുദ്ധമായിട്ടുള്ള സ്ട്രിപ്പ്. ഇതിനെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് ബന്ധിപ്പിക്കുക, നെഗറ്റീവ് ടെർമിനലുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കുക. ഓക്കെ, ഇതെന്താണ്? ഇംപ്യൂർ കോപ്പർ. Impure copper is the anode. Okay, and this is the pure copper. Pure copper is the anode. Sorry, cathode. Okay, ഇനി എന്താണ് കുഞ്ഞുമക്കളെ അവിടെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം എന്താണ് ആനോഡിൽ സംഭവിക്കുന്നത് നോക്കാം. ആനോഡ്
ആനോഡ്. ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷൻ അല്ലേ? ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷൻ അല്ലേ? അപ്പൊ നേരെ നോക്കണം, ഇതിൽ കുറെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട് കേട്ടോ. ഇമ്പ്യൂരിറ്റീസ് ഒന്നും നമുക്ക് വേണ്ട, അതിലുള്ള കോപ്പർ ആറ്റങ്ങൾ മാത്രം മതി. അപ്പൊ ഇതിലുള്ള ഇംപ്യൂർ കോപ്പറിലുള്ള കോപ്പർ ആറ്റങ്ങൾക്ക് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. ഏത്? കോപ്പർ ആറ്റങ്ങൾക്ക് മാത്രം, ഇമ്പ്യൂരിറ്റീസിനല്ല, കോപ്പർ ആറ്റങ്ങൾക്ക് മാത്രം ഓക്സിഡേഷൻ സംഭവിക്കുന്നു. കോപ്പർ ആറ്റങ്ങൾക്ക് ഓക്സിഡേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഇലക്ട്രോൺ ലോസ് സംഭവിക്കുന്നു. അങ്ങനെ കോപ്പർ 2+ 2 ഇലക്ട്രോൺ ഉണ്ടാകുന്നു. ഓക്കെ, അപ്പൊ ഇതിലെ ഒരു കോപ്പർ ആറ്റത്തിന് ഓക്സിഡേഷൻ സംഭവിച്ചതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിൽ ഉണ്ടായ കോപ്പർ ആറ്റങ്ങൾ കോപ്പർ അയോണുകൾ, ഓക്സിഡേഷൻ സംഭവിച്ചിട്ടുണ്ടായ കോപ്പർ അയോണുകൾ, ഓക്സിഡേഷൻ സംഭവിച്ചിട്ടുണ്ടാകുന്ന കോപ്പർ അയോണുകൾ ഉണ്ടല്ലോ, Cu2+ അയോൺ, അത് സൊല്യൂഷനിലോട്ട് വരും. ഇലക്ട്രോൺ ഇങ്ങോട്ട് പോകും, എക്സ്റ്റേണൽ സർക്യൂട്ടിലോട്ട് പോകും. ഈ കോപ്പർ 2+ അയോണുകൾ നേരെ കാഥോഡിന്റെ അടുത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യും. എന്തുകൊണ്ട്? Due to the negative charge, this cathode attract the positively charged Cu2+ ion. Okay, അപ്പൊ ഈ Cu2+ ion നേരെ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യും. എന്നിട്ട് കാഥോഡിലോട്ട് പോയിട്ട് ആ കാഥോഡ് എന്ത് സംഭവിക്കുന്ന അറിയോ? യെസ്, റിഡക്ഷൻ. ആ കോപ്പർ 2+ന് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് കോപ്പർ ആറ്റമായിട്ട് മാറും. ആ കോപ്പർ ആറ്റം ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തു. നോക്കണേ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോയത് ഇംപ്യൂർ കോപ്പറിലെ കോപ്പർ ആറ്റമാണ്. ഇവിടുത്തെ ഇംപ്യൂർ കോപ്പറിലെ കോപ്പർ ആറ്റം കോപ്പർ അയോണായിട്ട് മാറും അക്വസ് വെള്ളത്തില്. ഓക്കെ, അക്വസ് ആയിട്ടുള്ള കോപ്പർ 2+ അങ്ങോട്ട് കാഥോഡിന്റെ അടുത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു. സ്വിച്ച് ഓൺ ചെയ്യണേ. കാഥോഡിന്റെ അടുത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു. അവിടെ പോയിട്ട് റിഡക്ഷൻ വിധേയമായിട്ട് കോപ്പർ ആറ്റമായിട്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഓരോ 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 കോപ്പർ ആറ്റങ്ങളും, ഇതിലേതൊക്കെ എത്രയൊക്കെ കോപ്പർ ആറ്റങ്ങളുണ്ടോ ആ കോപ്പർ ആറ്റങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പൊ അവിടെ അതിന്റെ അടുക്കൽ കുറെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവില്ലേ? ആ ഇമ്പ്യൂരിറ്റീസ് എല്ലാം കോപ്പർ ആറ്റങ്ങൾ ഇളകി വരുമ്പോൾ അതിന്റെ അടുത്തുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം പൊടിഞ്ഞ് അവസാനം ഈ ആനോഡിന്റെ താഴെ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യും. ആനോഡിന്റെ താഴെ ഡെപ്പോസിറ്റ് ചെയ്യും. അതിന് ആ ഇമ്പ്യൂരിറ്റീസ്, റിമൂവ് ചെയ്യപ്പെട്ട ഇമ്പ്യൂരിറ്റീസിന് പറയുന്ന പേരാണ് ആനോഡ് മഡ്. ആനോഡ് മഡ്, or which is called anode sludge. ആനോഡ് സ്ലഡ്ജ്. ആ മട്ടിനെ നിങ്ങൾ കളയരുത്. എന്തേന്നറിയാവുക? സാധാരണ രീതിയിൽ കോപ്പറിന്റെ കൂടെ ഉണ്ടാകുന്ന ഇമ്പ്യൂരിറ്റീസ് ആക്ച്വലി വാല്യുബിൾ ആയിട്ടുള്ള മെറ്റൽസ് അതിലുണ്ടാകാം. ഇതിൽ സാധാരണയായിട്ട് ഗോൾഡിന്റെ കണ്ടന്റ് ഉണ്ടാവാറുണ്ട്, സിൽവർ ഉണ്ടാവാറുണ്ട്, പ്ലാറ്റിനം ഉണ്ടാവാറുണ്ട്, ഇരുമ്പിന്റെ കുറച്ച് ട്രേസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ആനോഡ് മഡ് വാല്യുബിൾ ആണ്, വിച്ച് കൺസിസ്റ്റിംഗ് ഓഫ് വാല്യുബിൾ മെറ്റൽസ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു ഡൗട്ട് വരും. സാധാരണ ആനോഡിൽ മെറ്റൽ ഉണ്ടെങ്കിൽ മെറ്റലിന് ഓക്സിഡേഷൻ സംഭവിക്കില്ലേ? അപ്പൊ കോപ്പറിനല്ല അവിടെ ഓക്സിഡേഷൻ സംഭവിച്ചത്. കോപ്പറിന്റെ കൂടെ ഇവരെല്ലാവരും ഓക്സിഡേഷന് വിധേയമായാലോ ആനോഡിൽ ഓക്സിഡേഷൻ സംഭവിക്കും. ആനോഡിൽ കോപ്പർ മാത്രമല്ല, ഇതെല്ലാം മെറ്റൽ തന്നെയല്ലേ. അപ്പൊ ഇതിനെ കോപ്പറിനെ പോലെ തന്നെ ഇവർക്കെല്ലാം ഓക്സിഡേഷൻ സംഭവിച്ചാൽ അവരും അയോണായിട്ട് സൊല്യൂഷനിലോട്ട് വന്നാൽ ആ പോസിറ്റീവ് ചാർജുള്ള അയോണുകൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യില്ലേ? അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിന് എന്ത് വേണമെന്ന് അറിയാവോ? സൂട്ടബിൾ ആയിട്ടുള്ള വോൾട്ടേജ് അവിടെ സെറ്റ് ചെയ്യാം. സൂട്ടബിൾ ആയിട്ടുള്ള വോൾട്ടേജ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു എന്താ പറയുക, മറ്റുള്ള മെറ്റലുകൾ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ഓക്സിഡേഷന് വിധേയമാവാൻ പാടില്ല. സാധാരണ ഇനേർട്ടായിട്ടുള്ള ഇവർ ഓക്സിഡേഷന് വിധേയമാവില്ല, ഇരുമ്പ് ഓക്സിഡേഷന് വിധേയമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂട്ടബിൾ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ അവിടെ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിയോസ്റ്റാറ്റ് അവിടെ വെക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഇലക്ട്രോ റിഫൈനിങ്. ഓക്കെ, അപ്പോൾ റിഫൈനിങ് എന്താണെന്ന് പറഞ്ഞു. അതിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 6 മെത്തേഡുകളുടെ പേര് പറഞ്ഞു. അതിൽ 3 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പൊ ഇത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ.